വചനമൊഴി ഫെബ്രുവരി 18. വചനഭാഗം യാക്കോബ് 4:1-10, മത്തായിയുടെ സുവിശേഷം 18:1-10. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷത്തിൽ ശിഷ്യന്മാർ ഈശോയോട് ചോദിക്കുന്നു, സ്വർഗരാജ്യത്തിൽ വലിയവൻ ആരാണ്? ഈശോ ഒരു ശിശുവിനെ നടുവിൽ നിർത്തി പറഞ്ഞു, നിങ്ങൾ മാറി കുഞ്ഞുങ്ങളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ശിശുക്കളുടെ ഗുണം അതാണ് സ്വർഗരാജ്യ പ്രവേശനത്തിന് ആവശ്യമായി ഈശോ പറയുന്നത്. വിനയം, ആശ്രയം, നിർമ്മലത, സ്വയം ഉയർത്തിക്കാട്ടാതെ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുന്ന മനസ്സ്, ഇതാണ് ഈശോ ആഗ്രഹിക്കുന്നത്. ഈ നോമ്പുകാലം ഈ കുഞ്ഞു മനസ്സ് വീണ്ടെടുക്കാനുള്ള ഒരു സമയമാണ്. യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിൽ നിന്നുമുള്ള ഇന്നത്തെ രണ്ടാമത്തെ വായനയിൽ ഒരു ചോദ്യം ഉയർത്തുന്നുണ്ട്. നിങ്ങളിൽ കലഹങ്ങൾക്കും വഴക്കുകൾക്കും കാരണം എന്താണ്? സ്വാർത്ഥത, ആസക്തി, അഹങ്കാരം ഇവയാണ് വഴക്കുകൾക്കും കലഹങ്ങൾക്കും കാരണമായി നിൽക്കുന്നത്. യാക്കോബ് ശ്ലീഹ വ്യക്തമായി പറയുന്നു, ദൈവം അഹങ്കാരികളെ എതിർക്കുന്നു. ഇന്നത്തെ തിരുവചനങ്ങൾ നമ്മെ നയിക്കുന്ന സത്യം, അഹങ്കാരം ആത്മീയ വളർച്ചയുടെ വലിയ തടസ്സമാണ്. വിനയം കൃപയുടെ വാതിലാണ്. ഹൃദയപരിശുദ്ധി ഇല്ലാതെ ആർക്കും ദൈവസന്നിധിയിൽ പ്രവേശിക്കുവാൻ സാധ്യമല്ല. ഈ നോമ്പ് കാലഘട്ടം മിശിഹായിൽ നിന്ന് പഠിക്കുവാൻ, ശാന്തശീലനും സൗമ്യ സ്വഭാവമുള്ള മിശിഹായെ പോലെ എളിമയോടെ, വിനയത്തോടെ, ദൈവാശ്രയ ബോധത്തോടെ ജീവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവകൃപ പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.